റൺവേയിലെത്തിയ വിമാനം റദ്ദാക്കി. ബംഗളൂരു കൊച്ചി അലയൻസ് എയറിന്റെ വിമാനമാണ് റദ്ദാക്കിയത്. വിമാനത്തിന്റെ ചില്ലിൽ പൊട്ടലുണ്ട് എന്ന് പറഞ്ഞാണ് വിമാനം റദ്ദാക്കിയത്. പകരം വിമാനമില്ല. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ റൺവേയിലെത്തിയ ശേഷം മാത്രമാണോ ഇത്തരത്തിൽ ചില്ല് പൊട്ടിയതായി ഇവർക്ക് കാണാൻ കഴിഞ്ഞത്? പകരം വിമാനം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? യാത്രക്കാരുടെ അവസ്ഥ എന്ത്? ഗുഡ് മോർണിംഗ്. ഏതായാലും അലയൻസ് എയറിന്റെ വിമാനമാണ് അപ്രതീക്ഷിതമായി റദ്ദാക്കിയത്. രാവിലെ 6:30 കൊച്ചിയിലേക്കും അവിടെ നിന്ന് ലക്ഷദ്വീപിലേക്കും പോകേണ്ട വിമാനമാണ് പെട്ടെന്ന് റദ്ദാക്കിയത്. യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായത്. പകരം സംവിധാനമൊന്നും ഒരുക്കാൻ ഈ വിമാനം കമ്പനി അധികൃതർ തയ്യാറായിട്ടുമില്ല. ഈ റൺവേയിലേക്ക് വിമാനം നീങ്ങി അപ്പോഴാണ് ഈ ചില്ലിൽ, മുൻവശത്തെ ചില്ലിൽ പൊട്ടൽ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് തിരിച്ച് വിമാനം മാറ്റുകയായിരുന്നു. ഏതായാലും യാതൊരു വിധത്തിലുള്ള ഉറപ്പും അല്ലെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്താനോ താമസ സൗകര്യം ഒരുക്കാനോ ഉള്ള നടപടികളൊന്നും വിമാന കമ്പനി അധികൃതർ ചെയ്തില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. ചില യാത്രക്കാരുടെ പ്രതികരണമൊക്കെ ലഭ്യമായിരുന്നു. ഏതായാലും ഇവരോട് സംസാരിക്കാൻ പോലും അലയൻസ് എയറിന്റെ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരൊന്നും എത്തിയില്ല എന്നും യാത്രക്കാർ പറയുന്നുണ്ട്. ഈ കൊച്ചിയിൽ പല ചികിത്സാവശ്യങ്ങൾക്ക് ഉൾപ്പെടെ പോകേണ്ട ആളുകൾ, ഇന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത ആളുകൾ ഉൾപ്പെടെ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ ബംഗളൂരു വിമാനത്താവളത്തിൽ പെട്ടുകിടക്കുകയാണ്. ഏതാണ്ട് ഇപ്പോൾ 3 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഇതുവരെയും യാതൊരു വിധത്തിലുള്ള അനുകൂല നടപടിയും ഉണ്ടായിട്ടില്ല. ഓട്ടോമാറ്റിക്കായി ഈ പണം റീഫണ്ട് ചെയ്ത് നൽകും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഈ വിമാന കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും യാത്രക്കാർ ഇപ്പോഴും വിമാനത്താവളത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ശരി ശ്രീധരൻ. യാത്രക്കാരനായ ഡാനി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. കേരളയിലേക്ക് സ്വാഗതം. എന്താണ് യാത്രക്കാരുടെയൊക്കെ അവസ്ഥ? ഇവർ വിമാന കമ്പനി അധികൃതർ എന്താണ് യാത്രക്കാരെ അറിയിച്ചത്? ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കാരണം കുഞ്ഞു കുട്ടികളുണ്ട്, പ്രായമുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് എടുത്ത കൺസൾട്ടേഷൻ വന്നിട്ട് ലണ്ടനിൽ നിന്ന് വന്ന കസ്റ്റമർ, ഒരു 2-3 പേഷ്യൻസ് ഉണ്ട്. ഇവരൊക്കെ താളം തെല്ലി. ഒരു ഫുഡില്ല, ഒന്നുമില്ല, പകരം ഫ്ലൈറ്റ് ഇല്ല. ഒരാള് റെസ്പോൺസിബിൾ ആയിട്ട് സംസാരിക്കാൻ പോലും അവിടെ ആരുമില്ല. നമ്മുടെ നാട്ടിൽ 15 വർഷം കഴിഞ്ഞ് വണ്ടികൾ കണ്ടം ചെയ്യുന്നത് നിയമം പിടിക്കുന്ന ഗവൺമെന്റ് എന്തുകൊണ്ട് 15 വർഷത്തേക്കുള്ള ഫ്ലൈറ്റ് നിരോധിക്കുള്ള? ഇത് റൺവേയിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്താണ് ഈ ഇങ്ങനെ ഒരു ഡാമേജ് കണ്ടുപിടിക്കുന്നത് തന്നെ. ആ ടേക്ക് ഓഫ് ചെയ്തിട്ട് ആക്സിഡന്റ് പറ്റി എന്ത് ചെയ്യും? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ കാര്യമാണ് ഡാനി പങ്കുവയ്ക്കുന്നത്. അടുത്ത വിമാനത്തിലേക്കുള്ള സെക്യൂരിറ്റി ചെക്കിന് വെയിറ്റ് ചെയ്യുകയാണ് ഡാനി എന്നത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. വളരെ നന്ദി ഡാനി ഈ അഭിപ്രായം അറിയിച്ചതിന്. കുട്ടികളും പ്രായമായവരും അടക്കമുള്ളവരാണ്. എന്തുകൊണ്ട് ഈ അവസാന നിമിഷത്തേക്ക് ഈ കാര്യങ്ങൾ വയ്ക്കുന്നു എന്നത് പിടികിട്ടുന്നില്ല. പല വിമാനങ്ങളുടെയും അവസ്ഥ അത് യാത്രിവിലേക്ക് പോലും എടുക്കാൻ പറ്റാത്ത വിധത്തിൽ കഷ്ടമാണ് എന്നത് പലപ്പോഴും യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് റോഡിലോടുന്ന വാഹനങ്ങൾക്ക് മാത്രമല്ലാതെ ഈ ആകാശത്തിലോടുന്ന വാഹനങ്ങൾക്കും ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ല എന്ന പ്രസക്തമായ ചോദ്യമാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ഡാനി ഉന്നയിച്ചിട്ടുള്ളത്.